നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യം രണ്ടെണ്ണം അടിക്കണം. നന്ദിനി, ഇതൊക്കെ എവിടെ പോയി? നന്ദിനി, നന്ദിനി, ഒന്നിങ്ങോട്ട് വന്നേ. നന്ദിനി, 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 ഒന്നിങ്ങോട്ട് വരാൻ. മോളെ, എന്തിനാ അവനെങ്ങനെ വിളിച്ചു പോകുന്നത്? നോക്കട്ടെ സാർ. നന്ദിനി, എന്താ സാർ? ഇവിടെ നിന്ന് ബോട്ടിൽസ് ഒക്കെ എവിടെ? ഞാനത് സാറ് വരുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കുറച്ചു മുമ്പ് ഞാൻ വരുമ്പോ മുറിയിലൊന്നും കാണാനില്ല. ഞാൻ കരുതി സാർ എടുത്തോണ്ട് പോയിട്ടുണ്ടാവുന്നു. താനെന്താ തമാശ കളിക്കാ? ഞാൻ ഇവിടുന്ന് മദ്യം എടുത്ത് പുറത്തു കൊണ്ടാറുണ്ടോ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം സാർ? ഞാനത് എടുത്തിട്ടില്ല. നന്ദിനി, പുറത്തുനിന്ന് മദ്യം കിട്ടാത്ത ദേഷ്യത്തില ഞാൻ വരുന്നേ. താനത് എവിടെയാ എടുത്ത് വെച്ചിരിക്കുന്നേ? എവിടെയാന്ന് താൻ അറിയാതെ എവിടെ പോവില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നന്ദിനി, വേറെ എന്ത് കാര്യം ഞാൻ സഹിക്കും. പക്ഷെ തനിക്കറിയാലോ, എന്നെ മദ്യപാനം നിർത്താൻ വേണ്ടി പലവട്ടം ശ്രമിച്ചതല്ലേ താൻ? എനിക്കതില്ലാതെ പറ്റില്ല, പറ്റില്ല. താനത് എവിടെയാ വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. താൻ എടുത്തു, താൻ എടുത്തു, താൻ തന്നെ എടുത്തത്. ഒച്ച കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത കാര്യം സമ്മതിക്കണം. നന്ദിനി, ഇക്കാര്യത്തിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വാചകം അടിക്കാതെ പോയെടുത്തുള്ള. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു മറ്റുള്ളവർ പറയുന്നുണ്ട്. ഇനി മദ്യം കൂടി കൊള്ളയടിച്ചു എന്ന് സാറൂടി പറഞ്ഞുണ്ടാക്കിക്കോ. മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നന്ദിനി, എനിക്കിപ്പോ മദ്യം വേണം. മര്യാദയ്ക്ക് താൻ എടുത്തു തന്നോ, അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമാവും. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് എടുത്തതാ. സാറിന് ഇനി എന്ത് ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പോവാ. എന്താ സാർ ഇത്? ഇവിടെ ഇരുന്ന മദ്യം എവിടെയാണെന്ന് പറയാതെ ഇതിനകത്ത് താൻ പുറത്തു പോവില്ല. സാർ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ തനിക്കെന്താ ആവശ്യം? കഴുത്തിലൊരു താലി കെട്ടി തന്നതിന്റെ പേരിലോ രജിസ്റ്റർ ഓഫീസിൽ ഒരു ഒപ്പിട്ട് തന്നതിന്റെ പേരിലോ എന്നെ ഭരിക്കാനായിട്ട് ശ്രമിക്കണ്ട. ഒരിക്കലും സൂര്യ തന്റെ അടിമയാവില്ല. എന്റെ അടിമയാവണമെന്ന് ഞാൻ പറഞ്ഞോ? ആവില്ലെന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. മറ്റുള്ള പെണ്ണുങ്ങളെ ഭർത്താവിനെ കെട്ടിയെടുത്ത പോലെ എന്നെ കെട്ടിയിടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചേക്ക്. മദ്യം എടുത്ത് തരാനാ പറഞ്ഞത്. എനിക്ക് സാറി കാണിക്കുന്നത് കണ്ടിട്ട് പേടിയൊന്നും തോന്നുന്നില്ല. ഞാൻ അറിയാത്ത കാര്യത്തിന് ഇങ്ങനെ എന്നെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിർത്തിക്കേ. അക്ഷരം വിടരുത്. കാരണം പോറ്റൊരു ഒറ്റ അടി തന്നാ നീ പറയും. സൂര്യ,